സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂര്യയുടെ 47ാമത്തെ ചിത്രം. സൂര്യ പോലീസ് വേഷത്തിൽ എത്തുന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സൂര്യ 47 ടൈറ്റിൽ കാർഡ് അനൗൺസ്മെന്റ് ടീസർ മുഖേന അറിയിക്കുമെന്ന് സിനിമയുടെ ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ജൂലൈ 23-ാം തീയതി സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരിക്കും ടീസർ പുറത്തുവരിക. പൃഥ്വിരാജ്, മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമയാണല്ലോ വാരണാസി. നിലവിൽ അവസാനഘട്ട ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ എൻഡർ ഷൂട്ട് ഈ വരുന്ന ജൂലൈ മാസത്തോടെ അവസാനിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. തുടർന്ന് വരുന്ന 6 മാസം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലായിരിക്കുമെന്നും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം 2027 ഏപ്രിൽ 7-ാം തീയതിയായിരിക്കും സ്പാനിഷ്, ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഉൾപ്പെടെ 25-ലധികം ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുന്നത്. കൂടാതെ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തു വരുമെന്നും ഇപ്പോൾ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. 1000 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. സുരേഷ് ഗോപി നായകനായിട്ടെത്തുന്ന ബിഗ് ബഡ്ജറ്റ് മൂവിയാണല്ലോ ഒറ്റക്കൊമ്പൻ. ഏകദേശം 90% ഷൂട്ടിംഗും കംപ്ലീറ്റ് ചെയ്ത സിനിമയ്ക്ക് ഇനി ബാക്കിയുള്ളത് വെറും 25 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ്. ബാക്കി വരുന്ന 25 ദിവസത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ വരുന്നത് ബാങ്കോക്കും മലേഷ്യയുമാണ്. ബാങ്കോക്കിലെയും മലേഷ്യയിലെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ജൂലൈ 12-ാം തീയതിയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. രാഘവ ലോറൻസ് നായകനായിട്ടെത്തുന്ന കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് ആരംഭിച്ച കാഞ്ചന 4ന്റെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ മഹാബലിപുരത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ നായകനായ രാഘവ ലോറൻസ് തന്നെയാണ് സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറുമെല്ലാം. പൂജ ഹെഡ്ജെ, നോറ ഫത്തേരി തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗിൽ നയൻതാരയും ചേർന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈ വരുന്ന ദീപാവലി റിലീസായിട്ടായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. നെസ്ലിൻ നായകനായിട്ടെത്തിയ മോളിവുഡ് ടൈംസ് സിനിമയുടെ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 8,50,00,000 രൂപയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 12 ദിവസം കൊണ്ട് കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് 18,70,00,000 രൂപയാണ്. ഇതോടുകൂടി 15 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററിൽ ഒരു ചെറിയ ലാഘവത്തോടെ പൊട്ടിയിരിക്കുന്ന കാര്യം എല്ലാവരും അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു വരും, ഈ സിനിമ 15 കോടിയല്ല ബഡ്ജറ്റ്, 18 കോടി കളക്ട് ചെയ്തില്ലേ, അപ്പോൾ ജയിക്കില്ലേ എന്ന്. ഒരിക്കലുമില്ല. തിയേറ്ററിൽ പടം വിജയിക്കണമെങ്കിൽ 15 കോടി ബഡ്ജറ്റുള്ള സിനിമ ഏകദേശം 35 മുതൽ 40 കോടി വരെ കളക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ തിയേറ്ററിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിക്കൂ.